ഞാനിപ്പോൾ ഒരു ടാക്സിയിലാണ്. ലക്ഷ്യം ലോകം അത്ഭുതത്തോടെ നോക്കുന്ന മുകേഷ് അംബാനിയുടെ ആന്റിലിയ എന്ന സ്വപ്ന സൗധം. വളരെ ശ്രദ്ധയോടെ ഈ മഹാനഗരത്തിലെ നിയമങ്ങളെ അനുസരിച്ചുകൊണ്ട് അദ്ദേഹം വാഹനം മുന്നോട്ടെടുക്കുന്നു. നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് മുംബൈയിലെ പ്രശസ്തമായ അൾട്ടമാൻ റോഡിലൂടെയാണ്. നോക്കൂ, വലതുഭാഗത്തേക്ക് ശ്രദ്ധിക്കുക. ദൂരെ മെട്രോയുടെ തൂണുകൾ തലയുയർത്തി വളരെ അടുക്കും ചിട്ടയോടെ നമുക്ക് വഴികാട്ടിയായി നിൽക്കുന്നു. റോഡിന്റെ ഭംഗി എടുത്തു പറയേണ്ട ഒന്നാണ്. വൃത്തിയായി ഭംഗിയായി സൂക്ഷിച്ചിരിക്കുന്നു. എന്നാൽ നമ്മുടെ വാഹനത്തിന്റെ ഇടതുവശത്തേക്ക് കണ്ണോടിക്കുമ്പോൾ മറ്റൊരു കാഴ്ചയാണ്. നിരവധി കടകൾ നിരനിരയായി സ്ഥിതി ചെയ്യുന്നു. പക്ഷെ കച്ചവടം തീരെ കുറവായതുപോലെ തോന്നുന്നു. ഓൺലൈൻ വ്യാപാരത്തിന്റെ കടന്നുകയറ്റം ഏറ്റവും കൂടുതൽ ബാധിച്ച ഒരു വിഭാഗമായിരിക്കണം ഇവർ. ഇവിടെ ഒരു ദിവസത്തെ 250 രൂപയോ ആണ് വരുമാനം. എന്നാൽ നമ്മുടെ കേരളത്തിൽ ഇത് 1000 രൂപയോളമുണ്ട്. പക്ഷെ ഒരു വ്യത്യാസം ശ്രദ്ധിക്കുക. കേരളത്തിൽ സാധനങ്ങൾക്കും യാത്രാക്കൂലിക്കും വില വളരെ കൂടുതലാണ്. എന്നാൽ ഇവിടെ മുംബൈയിൽ അതിന് തീരെ കുറവ് മതി. ഈ സാമ്പത്തിക വൈരുദ്ധ്യങ്ങൾ ഈ നഗരത്തിന്റെ ഒരു യാഥാർത്ഥ്യമാണ്. നോക്കൂ, വലതുവശത്ത് നിരനിരയായി ടാക്സികൾ നിർത്തിയിട്ടിരിക്കുന്നു. അടുത്ത യാത്രക്കാരനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു നീണ്ട നിര. ഈ നഗരം ഒരിക്കലും ഉറങ്ങാറില്ല. നമ്മുടെ ഡ്രൈവറിന്റെ തലയ്ക്ക് മുകളിലായി ഒരു ചെറിയ ഫാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. മുംബൈയിലെ ഈ കൊടുംചൂടിൽ അതൊരു ചെറിയ ആശ്വാസമാണ്. ഇടതുവശത്തേക്ക് വീണ്ടും നോക്കൂ. അമ്പരചുംബികളായ കെട്ടിടങ്ങൾ. പല സ്വപ്നങ്ങളും ഉയർന്നു നിൽക്കുന്ന ഈ നഗരത്തിന്റെ പ്രതീകങ്ങളാണ് ഈ കെട്ടിടങ്ങൾ. അങ്ങനെ ഞങ്ങൾ ട്രാഫിക്കിൽ അടുത്ത സിഗ്നലിനായി കാത്തു നിൽക്കുകയാണ്.